അമ്മയുടെ കൂടെ തന്നെ താൻ ഉണ്ടാകണമെന്ന് മൃദുലയോട് അവൻ അടക്കം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും മാറി നിൽക്കുമ്പോൾ ഈ സമയത്ത് തൻ്റെ മനസ്സുകൂടി തളർന്നു പോകരുതെന്ന് അവൻ സ്വയം മനസ്സിലൊരുവിട്ടു. ക്യാഷ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തു തീർക്കാനായി അവൻ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്നതിനിടയിലാണ് അനന്ത് വേദയും കൂട്ടി പരിഭ്രമത്തോടെ അവിടേക്ക് നടന്നെടുത്തത്. അവിടെ വെച്ച് അച്ചുവിനെ കണ്ടപാടെ അനന്ത് വേഗം ഏട്ടൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എന്താ അച്ചുവേട്ട ഉണ്ടായേ? അച്ഛന് പെട്ടെന്ന് ഇതെന്താ പറ്റിയേ? പരിഭ്രമം വാക്കുകളിലും മുഖത്തും പടർത്തിക്കൊണ്ട് അനന്തു അത് ചോദിക്കവേ ഏട്ടൻ്റെ മുഖത്ത് തെളിഞ്ഞ വിഷമവും അവനെ വല്ലാതെയൊന്ന് നൊമ്പരപ്പെടുത്തി. എന്താ ഉണ്ടായതെന്ന് എനിക്കും കൃത്യമായി പറയാൻ അറിയില്ല അനന്തു. സുധാകരൻ അവൻ അച്ഛനെയും കൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നത്. വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അമ്മയും മൃദുലയും കൂട്ടി ഇവിടേക്ക് ഓടി വന്നു. നമ്മുടെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് ആണെന്ന ഡോക്ടർ അല്പം മുമ്പ് വന്ന് അറിയിച്ചത്. എത്രയും പെട്ടെന്ന് ഒരു മേജർ ഓപ്പറേഷൻ വേണമെന്നും പറഞ്ഞിരിക്കുകയാണ്. ക്യാഷ് അടച്ചാൽ അവർ അതിനുള്ള പ്രൊസീജിയേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്നും അറിയിച്ചു. അതുകൊണ്ട് കൂടുതൽ സംസാരിച്ചു നിൽക്കാൻ ഇപ്പോൾ സമയമില്ല അനന്തു. എത്രയും പെട്ടെന്ന് ബാങ്കിൽ ചെന്ന് സർജറിക്കുള്ള ക്യാഷ് എടുക്കണം. ഓരോ മിനിറ്റ് വൈകുന്തോറും അത് നമ്മുടെ അച്ഛൻ്റെ ജീവനെയാടാ ബാധിക്കുക. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ബാങ്കിൽ ചെന്ന് ക്യാഷ് എടുക്കേണ്ട കാര്യങ്ങളൊന്നും ഓർത്ത് ഏട്ടൻ ടെൻഷൻ അടിക്കേണ്ട. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. ഏട്ടൻ ഇപ്പോൾ എവിടേക്കും പോകണ്ട, ഇവിടെ തന്നെ വേണം. ഈ സമയത്ത് നമ്മുടെ അമ്മ ഇപ്പോൾ ആകെ തളർന്നു പോയിട്ടുണ്ടാവും. ആ പാവത്തിന് ഇതൊന്നും താങ്ങാനാവില്ല അച്ചുവേട്ടാ. അതുകൊണ്ട് ഏട്ടൻ ചെന്ന് അമ്മയുടെ കൂടെ തന്നെ നിൽക്ക്. അതല്ലടാ അനന്തു, ഞാനൊന്ന് പറഞ്ഞോട്ടെ? വേണ്ട, ഒന്നും പറയണ്ട, ഞാൻ എല്ലാം ഏറ്റുമെന്ന് പറഞ്ഞില്ലേ. ഏട്ടനെ അവൻ ആശ്വസിപ്പിച്ച് നിർത്തിയിട്ടും പിന്തിരിഞ്ഞു പോകാൻ മടിച്ചുകൊണ്ടാണ് അച്ചു വീണ്ടും അവിടെ തന്നെ നിന്നത്. എന്നാൽ അച്ചുവിനെയും വേദയും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവൻ മുന്നോട്ട് ആഞ്ഞു നടക്കുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം അവർ ഇരുവരും ആ നിൽപ്പറിയാതെ അങ്ങനെ നിന്നുപോയി. അച്ചുവിൻ്റെ തോളിൽ തലചായ്ച്ചു കിടക്കുന്ന അമ്മയ്ക്കരികിൽ തന്നെയായിരുന്നു വേദയും ഇരുന്നത്. എല്ലാവരുടെയും മനസ്സിൽ പ്രാർത്ഥനയും കണ്ണുനീരും ഇഴുകിച്ചേർന്നൊരവസ്ഥ തുടരുന്നതിനിടയിലാണ് അനന്തുവിൻ്റെ കോൾ പെട്ടെന്ന് അച്ചുവിൻ്റെ ഫോണിലേക്ക് വന്നത്. അവൻ അതെടുത്ത് പെട്ടെന്ന് തന്നെ ചെവിയിലേക്ക് വെച്ചു. അനന്തു, എന്താടാ, ക്യാഷ് എടുത്തോ നീയെ? കാര്യമറിയാനുള്ള ആവേശം വാക്കുകളിലും കണ്ണുകളിലും ധൃതി കൂട്ടുമ്പോഴായിരുന്നു ഇല്ലെന്നുള്ളൊരു മറുപടിയോടെ അനന്തു സംസാരം തുടങ്ങി വെച്ചത്. ഇല്ല അച്ചുവേട്ടാ, ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കാൻ പറ്റില്ല. ക്യാഷ് എടുക്കാൻ പറ്റില്ലെന്നോ? അതെന്താ അങ്ങനെ? എന്തൊക്കെയാണെന്തോ നീ പറയണേ? ക്യാഷ് വിഡ്രോ ചെയ്യാൻ എന്താടാ ബുദ്ധിമുട്ട്? വിഡ്രോ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല ഏട്ടാ. ഇവിടേക്ക് ഓടി വരുന്ന വെപ്രാളത്തിൽ മറ്റൊന്നും ആലോചിച്ചില്ല. ബാങ്ക് 4 മണി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുന്ന കാര്യം ഏട്ടനും അറിയാവുന്നതല്ലേ. ഇനിയിപ്പോൾ അടുത്ത വർക്കിംഗ് ഡേക്ക് മാത്രമേ പണ ഇടപാടെല്ലാം നടക്കുള്ളൂ. നാളെയാണെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ ആണ്. അന്നാണെങ്കിൽ ബാങ്കിന് അവധി ദിവസമാണ്. ഇങ്ങനെ ഒരവസ്ഥയിൽ ക്യാഷ് എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ ഏട്ടാ? നമ്മുടെ അച്ഛനാണെങ്കിൽ പണ്ട് തൊട്ടേ ഒരു ക്യാഷും വീട്ടിലെടുത്ത് വയ്ക്കുന്ന പതിവും ഇല്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യേട്ടാ? അനന്ത് പറഞ്ഞതെല്ലാം ശരിയാണെന്ന അർത്ഥത്തിൽ നെറ്റിയിൽ ഉരസി പിടിച്ചുകൊണ്ട് ഒരാവലാതിയോടെ അവൻ പെട്ടെന്ന് അമ്മയ്ക്കരികിൽ നിന്ന് കൊട്ടിപ്പിടിഞ്ഞ് എഴുന്നേറ്റു. ബാങ്ക് തുറക്കുന്നത് വരെ കാക്കാൻ നമുക്കിപ്പോൾ സമയമില്ലല്ലോടാ അനന്തു. കാശ് കയ്യിലുണ്ടായിട്ടും അത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയല്ലോടാ മോനെ. ഇനിയിപ്പോൾ ഇത്രയും പണത്തിന് പെട്ടെന്ന് എന്ത് ചെയ്യാനാ? ആശങ്കയോടെ അച്ചുവത് പറയവേ അനന്ത് പിന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല. ഏട്ടൻ ഫോൺ വെച്ചോ, ഞാനൊരു വഴി കണ്ടിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് അനന്ത് വേഗം കോള് കട്ട് ചെയ്യുമായിരുന്നു. അതിനിടയിൽ അച്ചുവും കാശ് സംഘടിപ്പിക്കാനുള്ള വഴികൾ ഓരോന്നും ആലോചിച്ച് തുടങ്ങിയായിരുന്നു. പലരെയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് ആരിൽ നിന്നും കാശ് കിട്ടുന്ന ഒരു അനുകൂല മറുപടി ലഭിക്കാതിരുന്നത് അവനെ ആകെ നിരാശയിലാക്കി. ആ സമയത്തായിരുന്നു വിശ്വൻ്റെ അവസ്ഥയറിഞ്ഞ് മേനോൻ വക്കീലിൻ്റെ ഫോൺ കോളും അച്ചുവിനെ തേടിയെത്തിയത്. വിവരങ്ങളെല്ലാം അച്ചുവിൻ്റെ നാവിൽ നിന്നും കേട്ടപ്പോൾ തന്നെ കൂട്ടുകാരൻ്റെ അവസ്ഥയിൽ അയാളും ആകെയൊന്ന് വല്ലാണ്ടായി. പുതിയൊരു പ്രോപ്പർട്ടി വാങ്ങിയതിനെ തുടർന്ന് കാശെല്ലാം ആ വഴിക്ക് ചെലവായി പോയെന്ന നിസ്സഹായത നിറഞ്ഞ അയാളുടെ മറുപടിയും അച്ചുവിനെ അന്നേരം നിശബ്ദമാക്കി നിർത്തിയപ്പോൾ അയാളുടെ മനസ്സിനും അതൊരു വിങ്ങലായി മാറി. എങ്കിലും തൻ്റെ കയ്യിലുള്ള കുറച്ച് കാശ് താൻ അവിടെ എത്തിക്കാമെന്ന മറുപടി അവൻ്റെ മനസ്സിനൊരല്പം ആശ്വാസം കൈവന്നതുപോലെ അനുഭവപ്പെട്ടു. കുറച്ച് സമയത്തിന് ശേഷമാണ് അനന്ത് അവരുടെ അടുത്തേക്ക് വന്നത്. കാശിനു വേണ്ടിയുള്ള അലച്ചിലിൻ്റെ ക്ഷീണവും വിയർപ്പുമെല്ലാം അവൻ്റെ മുഖത്ത് പടർന്നു പിടിച്ചത് കണ്ടാണ് അച്ചു അവൻ്റെ അടുത്തേക്ക് വേഗം ഓടിച്ചെന്നത്. എന്തായി അനന്തു, കാശ് എവിടുന്നെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റിയോടാ? പണം നമ്മുടെ കയ്യിലുണ്ടായിട്ടും ഇങ്ങനൊരവസ്ഥയാണല്ലോടാ ഇപ്പം നമുക്ക് വന്നത്. വേദനയോടെ അച്ചു അത് ചോദിക്കവേ തൻ്റെ ഷോൾഡർ കൊണ്ട് മുഖത്ത് പൊടിഞ്ഞ വിയർപ്പിനെ തുണച്ചവൻ ഏട്ടനെ നോക്കി പുഞ്ചിരിച്ചു. പേടിക്കേണ്ട ഏട്ടാ, ഓപ്പറേഷനുള്ള പണമൊക്കെ ഞാൻ അടച്ചു കഴിഞ്ഞു. ഇനി അതോർത്ത് എൻ്റെ ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട. എത്രയും പെട്ടെന്ന് ഡോക്ടറെ ചെന്ന് കണ്ട് നമ്മുടെ അച്ഛൻ്റെ സർജറി നടത്തിത്തരാൻ മാത്രം എൻ്റെ ഏട്ടൻ ആവശ്യപ്പെട്ടാൽ മതി. പെട്ടെന്ന് അത് കേട്ട ആശ്ചര്യത്തോടെയാണ് അച്ചു അവനെ അന്നേരം നോക്കിയത്.
സങ്കടം സഹിക്കാനാകാതെ അവൻ്റെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് അവൻ അനന്തുവിനെ ചേർത്ത് പിടിച്ച് അറിയാതൊന്ന് വിതുമ്പിപ്പോവുകയായിരുന്നു. അച്ഛൻ്റെ കൂടെ നിഴല് പോലെ ഉണ്ടായിട്ടും ഈ ഒരു അവസ്ഥയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോടാ അനന്തു. ബാങ്ക് ബാലൻസൊക്കെ നമുക്ക് വേണ്ടുവോളം ഉണ്ടായിട്ടും അതൊന്നും അച്ഛന് വേണ്ടി ഉപകരിക്കാൻ പറ്റാത്തതുപോലൊരു സാഹചര്യമായല്ലോടാ ഈ ഒരു നിമിഷം. എൻ്റെ ഏട്ടാ, എല്ലായ്പ്പോഴും സാഹചര്യം നമുക്ക് അനുകൂലമാവണമെന്നില്ല. അതുപോലെ ഇങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ തളർന്നിരിക്കാനും നമുക്കാവില്ല. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറക്കുമെന്നല്ലേ പറയാറ്. തൽക്കാലം എൻ്റെ അച്ചുവേട്ടൻ വേണ്ടാത്തതൊന്നും ആലോചിച്ച് തലപുകയ്ക്കാൻ നിൽക്കണ്ട. എത്രയും വേഗം ഡോക്ടറെ ചെന്ന് കാണാൻ നോക്ക്. ചെല്ലേട്ടാ. അവനെ ഉന്തിത്തള്ളി വിട്ടുകൊണ്ട് തൻ്റെ ലക്ഷ്യം കൈവരിച്ച ആത്മസംതൃപ്തിയോടെ അനന്ത് ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വിട്ട ശേഷം അവിടെ നിന്നും അവൻ പതിയെ പുറത്തേക്ക് ഇറങ്ങി നടന്നു. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ഡോക്ടറെ കണ്ടപ്പോൾ അല്പം ആശ്വാസം തോന്നിയെങ്കിലും തൻ്റെ നെഞ്ചിടിപ്പ് ഇപ്പോഴും അവസാനിക്കാത്തതുപോലെയാണ് അച്ചുവിന് അന്നേരം അനുഭവപ്പെട്ടത്. അച്ചുവിന് മാത്രമല്ല, അവിടെ കാത്തിരുന്ന രേണുവിൻ്റെയും മൃദുലയുടെയും വേദയുടെയും സുധാകരൻ്റെയും എല്ലാം മനസ്സ് ഒരുപോലെ പ്രാർത്ഥനയോടെ തന്നെയായിരുന്നു. സർജറി സക്സസ് ആണ്. അച്ഛന് ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എങ്കിലും അധികം ടെൻഷനുള്ള കാര്യങ്ങളൊന്നും ഇനി അച്ഛനെ ബാധിക്കരുത്. മാക്സിമം അദ്ദേഹത്തെ ഹാപ്പി ആയിട്ട് ഇരുത്താൻ നോക്കുക. അതിനി നിങ്ങൾ മക്കൾ വേണം ശ്രദ്ധിക്കാൻ. ഓക്കെ. കയ്യിലെ ഗ്ലൗസ് ഊരി മാറ്റിക്കൊണ്ട് അയാൾ അതും പറഞ്ഞ് അവിടെ നിന്നും തിരിച്ചു പോകുമ്പോൾ മനസ്സിനകത്ത് തിങ്ങി നിറഞ്ഞിരുന്ന ഒരു വലിയ ഭാരം ഇറങ്ങിപ്പോയതിൻ്റെ ആശ്വാസത്തിൽ അച്ഛൻ മൃദുലയെ നോക്കിയൊരു നെടുവീർപ്പിട്ടു. അതേ സമാധാനത്തോടെയാണ് രേണുകയും തൻ്റെ താലിയെടുത്ത് ഇരു കണ്ണുകളിലും തൊട്ട് കണ്ണീരോടെ എന്ന് പ്രാർത്ഥിച്ചത്. തൻ്റെ വിശ്വേട്ടന് ആപത്തൊന്നും കൂടാതെ തിരികെ തന്നതിൻ്റെ നന്ദിയോടെ അവർ ഒരു നിമിഷം ഈശ്വരനെ സ്മരിക്കുമ്പോൾ ആ കണ്ണുകൾ അറിയാതെ സന്തോഷം കൊണ്ട് നിറഞ്ഞു പോയിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ബോധം തെളിഞ്ഞ തൻ്റെ വിശ്വേട്ടനെ ഒന്ന് നേരിൽ കണ്ടപ്പോഴായിരുന്നു രേണുവിൻ്റെ മനസ്സിനും ശരീരത്തിനും ഒരു പുതുജീവൻ കൈവന്നതുപോലെ തോന്നിയത്. ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ഐസിയുവിൻ്റെ ബെഡിൽ കിടന്ന് അയാൾ തൻ്റെ ഭാര്യയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ രേണുവിൻ്റെ കണ്ണുകൾ നിറയുന്നത് അയാളും വിങ്ങലോടെ തിരിച്ചറിയുകയായിരുന്നു. കുറച്ചു ദിവസങ്ങളായിട്ട് താലി ചാർത്തിയവളുടെ വേദന പോലും കണ്ടില്ലെന്ന് നടിച്ച ഒരു ക്രൂരനായ ഭർത്താവായിരുന്നല്ലോ താനെന്ന കുറ്റബോധത്തോടെ അയാൾ രേണുവിൻ്റെ കയ്യിലൊരു വിറയലോടെ പതുക്കെയെന്ന് തൊട്ടപ്പോൾ ആ മനസ്സ് തിരിച്ചറിഞ്ഞതുപോലെയാണ് ആ മുടിയിൽ തഴുകിക്കൊണ്ട് രേണു അയാളെ ഒന്ന് സമാധാനിപ്പിച്ചത്. എൻ്റെ വിശ്വേട്ടന് ഒന്നുമില്ല കേട്ടോ എന്നൊരു പുഞ്ചിരിയോടെ രേണു അയാളെ നോക്കിയത് പറയുമ്പോൾ അയാൾ ആദ്യം അവരോട് തിരക്കിയത് അനന്തുവിനെ കുറിച്ചായിരുന്നു. പെട്ടെന്നത് കേട്ട നിമിഷത്തിൽ രേണു ആശ്ചര്യത്തോടെ തൻ്റെ കണ്ണുകളൊന്ന് തുറന്നു പിടിച്ചു നിന്നു. ചോദിച്ചത് സത്യമാണോ എന്ന സംശയത്തിൽ വീണ്ടും അവർ അയാളെ തന്നെയൊന്ന് ഉറ്റുനോക്കിയപ്പോൾ ആ നാവ് വീണ്ടും ഉരുവിട്ടത് അത് തന്നെയായിരുന്നു. എനിക്ക് എൻ്റെ മോനെ ഒന്ന് കാണണം രേണു. അവൻ എവിടെയാടോ?